ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ലോഷൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ലോഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കരുതി കാണും ഇത് നമുക്ക് ഡേ ടൈമിൽ യൂസ് ആക്കാന്നുള്ളത് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, ഇത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മളിത് കുളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ദേഹത്ത് മൊത്തം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിത് കഴുകിക്കളയും. അതും കടലമാവ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാത്ത് പൗഡർ ഉപയോഗിച്ചിട്ടോ കഴുകിക്കളയാം. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ആഴ്ചയിൽ 2 തവണ വീതം വേണം ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ലോഷൻ നമുക്ക് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു 7 വയസ്സിന് ശേഷമുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ലോഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മസാജ് കൊടുക്കണം കേട്ടോ. മസാജ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതങ്ങ് വെറുതെ അങ്ങ് വിടാം. എന്നതിന് ശേഷം വേണം നമുക്ക് ബാത്ത് പൗഡറോ അല്ലെങ്കിൽ കടലമാവൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകി വരാനായിട്ട്. സോപ്പ് ഉപയോഗിക്കേണ്ട. നമ്മളിത് ആഴ്ചയിൽ 2 തവണ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ദിവസം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സോപ്പിൻ്റെ ആവശ്യമില്ല. കടലമാവ് അല്ലെങ്കിൽ ബാത്ത് പൗഡർ ഇത് ഉപയോഗിച്ച് അങ്ങ് കഴുകി കളഞ്ഞിട്ട് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരാഴ്ചയിൽ നിങ്ങൾ 2 തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് ഫീൽ ആവും കേട്ടോ. നിങ്ങളുടെ സ്കിൻ നല്ല സോഫ്റ്റൻ ആയ പോലെയും അതുപോലെ നിങ്ങളുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആയ പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ആയി തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പിമ്പിൾസ് ഉള്ള ആൾക്കാർ ദയവ് ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കരുത് കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, പിമ്പിൾസ് ഉള്ളവർ ഒരിക്കലും ഇത് ട്രൈ ചെയ്യരുത്. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വീഡിയോ കണ്ട് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ പറയുന്ന രീതിക്ക് നിങ്ങളുടെ ഫേസിൽ ട്രൈ ചെയ്യാൻ പോകുകയാണെന്ന് വെച്ചോളൂ. ആ ട്രൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു വീഡിയോ ഒരു 3-4 തവണയെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ പിമ്പിൾസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതിപ്പോൾ സ്കിപ്പ് അടിച്ചു പോയ പിമ്പിൾസുകാരുണ്ടെങ്കിൽ അവർക്കിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്താണെങ്കിലും അത് നമ്മൾ 2-3 തവണ അത് എന്താണെന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതെൻ്റെ ഫേസിന് സൂട്ടാണോ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ തേന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ, ഹണി. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മൾ എന്തെടുക്കണം എന്തിന് ഈക്വൽ ആയിട്ട് അങ്ങ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ, നമ്മുടെ ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ടീസ്പൂണോ ഞാൻ പറഞ്ഞു ഈക്വൽ ആയിട്ടുള്ള അളവിൽ എടുക്കുക. അത് നിങ്ങളുടെ ആ ഒരു ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് തന്നെ നമുക്ക് ധാരാളമുണ്ട്. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ധാരാളമാണ്. അപ്പോൾ തേൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തെടുക്കാൻ പോകുന്നത് പറയുന്നത്, നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ക്യാരറ്റ് ഓയിലാണ് കേട്ടോ. ഗോൾഡൻ ക്യാരറ്റ് ഓയിൽ എന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാരറ്റ് ഓയിലാണ് ഇതുള്ളത്. ഇത് വന്നിട്ട് നമ്മൾ ആമണ്ട് ഓയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കോക്കനട്ട് ഓയിൽ ചേർത്തോട്ടെ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് പറയും. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സൂട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നോ പ്രോബ്ലം. കുറച്ചും കൂടി സേഫ് എന്ന് പറയുന്നത് നമ്മുടെ ആമണ്ട് ഓയിലാണ്. ഇത് അധികം പിമ്പിൾസ് വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ആമണ്ട് ഓയിൽ സജസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് പിമ്പിൾസ് വരാത്ത സ്കിൻ ടൈപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ക്യാരറ്റ് ഓയിൽ, നമ്മുടെ ആമണ്ട് ഓയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ഓയിൽ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കാരണം നമ്മളിത് മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കുറച്ച് ഓയിൽ കുറഞ്ഞ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്ട്രാ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ തേനാണെങ്കിൽ 2 ടീസ്പൂൺ ഓയിൽ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അല്ല, നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എങ്ങനെയായാലും പ്രശ്നമില്ല. അപ്പോൾ ഈ രീതിക്ക് അങ്ങ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞില്ല, നമുക്കിനി കുറച്ചും കൂടി എക്സ്ട്രാ നല്ല റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇനിയൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിരിക്കും നമ്മുടെ റിസൾട്ട്. ഒന്നും കൂടി നമുക്ക് പക്ക അടിപൊളിയായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ പശുവിൻ പാലാണ്. പശുവിൻ പാൽ അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ, കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ഗൈസ്, ഞാൻ പശുവിൻ പാലാണ് എടുക്കുന്നത്. അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുകയാണ്. ഇത് പെട്ടെന്നൊന്നും മിക്സായി വരത്തില്ല, പതുക്കെ തന്നെ ആവത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് കൈ എടുക്കാതെ മിക്സ് ചെയ്ത് വരികയാണെന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വരും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പാല് ഞാൻ ഓപ്ഷനായിട്ട് പറയാൻ കാരണം, തീർച്ചയായിട്ടും നിങ്ങൾ 7 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പാല് പശുവിൻ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നമ്മുടെ പാക്കറ്റ് പാലോ ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്കത് ഉപയോഗിക്കാം.
അതല്ല ഇതൊരു മുതിർന്ന ആളാണ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പാല് ഞാൻ ഓപ്ഷനിലേ പറയത്തുള്ളൂ. കാരണം പല സ്കിൻ ടൈപ്പുകാർ ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ ഓയിൽ സ്കിൻ ടൈപ്പുകാർക്ക് ഓയിൽ യൂസ് ആക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഓയിൽ സ്കിന്നുകാർക്കും ഓയിൽ യൂസ് ആക്കാൻ പറ്റും. പക്ഷെ ചില ഓയിൽ സ്കിന്നുകാർക്ക് ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് ഈ പിമ്പിൾസ് വരും, ചിലർക്ക് അത് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാല് ഓപ്ഷണലായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് കുട്ടികളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അവർക്ക് ഈ ഒരു പിമ്പിൾസിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല. ഈ ഒരു 15 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് കേട്ടോ. നിങ്ങൾക്കറിയാം പാല് നിങ്ങളുടെ ഫേസിൽ തട്ടിക്കഴിഞ്ഞാൽ പിമ്പിൾസ് വരുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്കറിയാം, എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു ഓപ്ഷണലായിട്ട് ഞാൻ ഇവിടെ വെക്കുകയാണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാരറ്റ് ഓയിലും നമ്മുടെ ആ ഒരു ഹണി തേനും മാത്രം മതി. ഈ രീതിക്ക് അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ 2 തവണ ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിഫറൻറ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമന്റ് ബോക്സിൽ വന്ന് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.